എന്താണ് ലഞ്ചിന് കഴിക്കാനുള്ളതെന്ന് കണ്ടാലോ. ആക്ച്വലി ഇപ്പോൾ ഒത്തിരി ലേറ്റായി, 2 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം കുറച്ചൊന്ന് മടി പിടിച്ച് കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അധികം കറികളൊന്നുമില്ല. അപ്പോൾ ഇന്ന് എന്താ ലഞ്ചിന് ഉള്ളതെന്ന് നമുക്ക് കാണാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേറ്റ്. നമ്മൾ പ്ലേറ്റിലേക്ക് നല്ല ചോറ് വിളമ്പാൻ പോവാണ്. ചോറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വിളമ്പാൻ പോവാണ്. ചോറിലേക്ക് ഉപ്പിടാൻ പോവാണ്. ചില ഏരിയസിലൊക്കെ ആൾക്കാർ ഇതുപോലെ ചോറിൽ ഉപ്പിടുന്ന കാണാറുണ്ട്. പക്ഷെ ചിലരാണെങ്കിൽ ഉപ്പിടാതെയും കഴിക്കാറുണ്ട്. ആക്ച്വലി എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഞാൻ രണ്ട് രീതിയിൽ കഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ കുഞ്ഞിലോട്ട് ശീലിച്ചിട്ടുള്ളത് ഉപ്പിട്ട് കഴിക്കാനാണ്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഞാൻ കഴിക്കും. എന്നാലും കൂടുതൽ ഇഷ്ടം ഉപ്പിട്ട് കഴിക്കാനാണ് കേട്ടോ. അപ്പം നമുക്ക് ഉപ്പ് കുറച്ചിടാം. ഉപ്പിങ്ങനെ ഒന്ന് വെതറി കൊടുക്കണം കേട്ടോ. ഓവറാക്കി പിന്നെ ചോറ് കഴിക്കാനേ കൊള്ളൂല. ഇതൊന്നും ഞാൻ പറഞ്ഞു തരാൻ ആവശ്യമില്ല. എന്നാലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല പരിപ്പ് കറി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ചടപടയിൽ ഉണ്ടാക്കിയതാണ്. കുറച്ച് മഞ്ഞളൊന്ന് കൂടിപ്പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പരിപ്പ് കറി ഒഴിക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കേ. കാരണം അങ്ങനെ അധികം കറികളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇതൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ മെയിൻ കറി. അപ്പം പരിപ്പ് ഒഴിച്ചു. ഇനി അടുത്ത കറി എടുക്കാം. അടുത്തത് നമ്മൾ നല്ല മുട്ട വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരി കരിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം പരിപ്പിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഓംലെറ്റ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ എപ്പോൾ പരിപ്പ് ഉണ്ടാക്കിയാലും ഇതുവഴി ഓംലെറ്റ് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അച്ചാർ ഏകദേശം തീരാറായി, എന്നാലും അറ്റത്തിരിയും കൂടി ഇരിപ്പുണ്ട്. അതും കൂടെ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലഞ്ച് പൂർണ്ണമായി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലഞ്ച്. കണ്ടിട്ട് എനിക്ക് വായിന്ന് വെള്ളം വരികയാണ്. നമുക്ക് ഈ ലഞ്ച് ഒന്ന് കഴിച്ചു നോക്കിയാലോ, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. നല്ല ചൂടുണ്ട്. പരിപ്പും കുറച്ച് മുട്ടയും എൻ്റെ കൂടെ ഒരു അച്ചാറിൻ്റെ ഒരു ഇതും. നമ്മൾ എന്തുണ്ടാക്കി നോക്കിയാലും നമ്മൾ ആദ്യം ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പം അത് കറികളെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഇങ്ങനെ ഒരു പിടി വരിക. അപ്പോഴാണ് അതൊരു വേറൊരു സുഖം. ചില കറികൾ അവോയ്ഡ് ചെയ്ത് ചില കറികൾ മാത്രം കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു സുഖം തോന്നും എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് കഴിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, പരിപ്പും ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിൽ അതിൽ മാച്ച് വേറെ ഒന്നിനും കിട്ടത്തില്ല കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. നമ്മൾ കഴിച്ചിട്ട് വരട്ടെ കേട്ടോ.